ഹലോ നമസ്കാരം. ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത് ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്ന്. നമ്മുടെ കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ റാഗിങ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോഴത്തെ കറന്റ് ന്യൂസാണ്. അപ്പം ഈ റാഗിങ്ങിലേക്ക് പോകുന്ന മാനസിക നില നമ്മളുടെ ചെറുപ്പക്കാരിൽ വരാൻ കാരണങ്ങളുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് മെയിനായിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. അതായത് നമ്മുടെ കുട്ടികളുടെ ചൈൽഡ്ഹുഡ് മുതൽ, അതായത് അവരുടെ ചെറുപ്പകാലം മുതൽ അവരിൽ ഉണ്ടാകുന്ന സ്വഭാവ രീതികൾ അനുസരണയില്ലായ്മയായിരിക്കാം, തറുതല പറയുന്നതായിരിക്കാം, മാതാപിതാക്കളോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറാത്തതായിരിക്കാം, സഹോദരങ്ങളോട് വഴക്കും അടിയും ഇടിയും ഉപദ്രവവും ഒക്കെ ചെയ്യുന്നതായിരിക്കാം, പിടിവാശിയായിരിക്കാം, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ മേലാതെ കൂടെയുള്ളവരെ ഉപദ്രവിക്കുകയും അടിക്കുകയും ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ, സാധനങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത മാനസിക നില, ഇങ്ങനെ കുട്ടികളിൽ ഒത്തിരി സ്വഭാവ രീതികൾ ചൈൽഡ്ഹുഡിൽ കാണിക്കുന്നുണ്ടാവും. സാധനങ്ങൾ വലിച്ചെറിയുന്നതായിരിക്കും, തല്ലിപ്പൊട്ടിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ദേഷ്യം വരുന്നവരുടെ സാധനങ്ങൾ പാത്തു വെക്കുന്നതായിരിക്കും, നശിപ്പിച്ച് കളയുന്നതായിരിക്കും, അല്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തുണികളൊക്കെ കീറിക്കളയുന്നതായിരിക്കാം, അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന വ്യക്തിയുടെ സാധനങ്ങളെ ഒളിപ്പിച്ചു വെക്കുക, പാത്തു വെക്കുക. ഇപ്പം അച്ഛനും അമ്മയും ഒക്കെ അവിടെയൊക്കെ ദേഷ്യം തോന്നുവാണെങ്കിൽ കുട്ടികൾ അവരുടെ കീ ഒളിപ്പിച്ചു വയ്ക്കുക, മൊബൈൽ ഒളിപ്പിച്ചു വയ്ക്കുക, ഇങ്ങനെയുള്ള സ്വഭാവ രീതികളൊക്കെ അവർ കാണിക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയി കള്ളത്തരം പറയുന്ന സ്വഭാവ രീതികൾ, ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കാതെ വാദിച്ചുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ, തർക്കം നടത്തിക്കൊണ്ടേയിരിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങളെയോ വിഷമങ്ങളെയോ ചിന്തകളെയോ പ്രവർത്തനങ്ങളുടെയോ അവരുടെ സിറ്റുവേഷനെയോ മനസ്സിലാക്കാൻ പറ്റാതെ അവനവന്റെ കാര്യം മാത്രം നോക്കി പ്രവർത്തിക്കുന്ന സ്വഭാവ രീതികൾ, ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ. അതുപോലെ തന്നെ ആനിമൽസിനെ ഉപദ്രവിക്കുക, കല്ലെടുത്തെറിയുക, ദേഷ്യം വരുന്ന വ്യക്തികളെ കല്ലെടുത്തെറിയുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പട്ടികളെ ഉപദ്രവിക്കുക, പൂച്ചേനെ എടുത്ത് വലിച്ചെറിയുക, കഴുത്തെ പിടിച്ച് ഞെക്കുക, ചവിട്ട് കൊടുക്കുക, ദേഷ്യം വരുന്ന കോഴീനെയൊക്കെ വാലെ പിടിച്ച് പൊക്കുക. ഇങ്ങനെയുള്ള സ്വഭാവ രീതികളെല്ലാം നമ്മളുടെ ചെറുപ്പകാലത്ത് കുട്ടികളായിരിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പിരിവിരിപ്പായിരിക്കും, ഇരിക്കപ്പുറത്തില്ലായ്മ ഉണ്ടായിരിക്കും. സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അംഗീകരിക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അനുസരണക്കുറവും വഴക്കും വയലൻസും വൈരാഗ്യവും പിടിവാശിയുമെല്ലാം ഈ കുട്ടികൾക്ക് വൈരാഗ്യവും ഉണ്ടാവും. ഇങ്ങനെയുള്ള സ്വഭാവ രീതികൾ നമ്മളുടെ ചൈൽഡ്ഹുഡിൽ 16 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇവർ കാണിക്കുന്നുണ്ട്. പക്ഷേ മാതാപിതാക്കളായിട്ടുള്ള നമ്മളോ നമ്മുടെ വീട്ടിലുള്ള ബന്ധുക്കളോ സഹോദരങ്ങളോ ഗ്രാൻഡ് പേരൻസോ ഇതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മുന്നോട്ട് മാറുമ്പം ശരിയാകും എന്നുള്ള കാര്യങ്ങൾ പറയുകയും ഇതിനൊന്നും ഡോക്ടറെ കാണിക്കേണ്ട, ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യകതയില്ല എന്ന് പറയുകയും ചെയ്ത് പുതുതലമുറയിലുള്ള മാതാപിതാക്കളെ കൺഫ്യൂഷനിലേക്ക് വിടുകയും അവർക്ക് തുറന്ന് അല്ലെങ്കിൽ അവരുടെ ആ മക്കളുടെ സ്വഭാവ രീതികളെ മോഡിഫൈ ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വീട്ടുകാർ തന്നെ തടസ്സം നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പം ഇതൊരു ഡിസോർഡറാണ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ഡിസോർഡറാണ്. ചൈൽഡ്ഹുഡിൽ പെരുമാറ്റ വൈകല്യം എന്ന് പറയും ഇതിന് കറക്റ്റായിട്ടുള്ള അവരുടെ സ്വഭാവ രീതികളെ മാറ്റം വരുത്തി അവർക്ക് ഇമോഷണൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പേരന്റിങ് സ്റ്റൈൽ, അത് മാതാപിതാക്കളുടെ പേരന്റിങ് സ്റ്റൈലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഓൾട്ടർ ചെയ്ത് എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അത് ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ സ്വഭാവ രീതികളെ, ചിന്താരീതികളെ, പ്രവർത്തന രീതികളെ, നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിച്ചില്ലെങ്കിൽ 16 വയസ്സോടുകൂടി അതൊരു വ്യക്തിത്വ വൈകല്യമാവും. അപ്പോൾ ഈ വ്യക്തിത്വ വൈകല്യത്തിന്റെ അളവ് ഇന്നത്തെ സമൂഹത്തിൽ ഭയങ്കര കൂടുതലാണ്. ഇത് നമ്മുടെ കുടുംബത്തിനെ നശിപ്പിക്കും, അവനവനെ നശിപ്പിക്കും, അവനവൻ്റെ കൂടത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ മാനസികമായ സന്തോഷത്തിനെ ഇല്ലാതാക്കും, നമ്മുടെ സമൂഹത്തിന് നല്ല മനുഷ്യന്മാരെ കിട്ടാതാവുകയും ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ റാഗിങ് ചെയ്യുന്ന കുട്ടികളുടെ മാനസിക നിലയും സ്വഭാവ രീതിയും ചിന്താരീതിയും എല്ലാം ഈ ചൈൽഡ്ഹുഡിലെ ഈ സ്വഭാവ രീതികളിൽ നിന്ന് മാറി രൂപാന്തരപ്പെട്ട് 16 വയസ്സോടുകൂടി വ്യക്തിത്വ വൈകല്യമായി മാറുകയാണ്. വ്യക്തിത്വ വൈകല്യത്തിന്റെ അകത്ത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ കാണിക്കാം. മറ്റുള്ളവരുടെ ഫീലിങ്സോ വികാരങ്ങളോ ഒന്നും മനസ്സിലാക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സങ്കടപ്പെടുത്തി ടോർച്ചർ
ചെയ്ത് അവരിൽ നിന്ന് സന്തോഷം കിട്ടുന്ന മാനസികാവസ്ഥ. അതുപോലെ തന്നെ അവരുടെ അഗ്രഷൻ, ഇമ്പൾസിവിറ്റി, ദേഷ്യം വരുമ്പോൾ ചവിട്ടുക, അടിക്കുക, ഇടിക്കുക, മറ്റുള്ളവരുടെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുക, അവനവൻ്റെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുക, ഇങ്ങനെയുള്ള സ്വഭാവ രീതികളിലേക്കെല്ലാം ഇവർ പോവുകയും മാനസികമായി മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റാതെ, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാതെ, മറ്റുള്ളവരെ സഹായിക്കാതെ, അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മറ്റൊരാൾ വേദനിക്കുമ്പോൾ സങ്കടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ മനസ്സില്ലാതെ സ്വന്തം ഇഷ്ടത്തിന് മാത്രം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറാം. സോ ഇങ്ങനെ പലതരത്തിലുള്ള നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. അപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവാം, സ്വന്തമായി ശരീരത്തിനെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ളവരെയും ഉപദ്രവിക്കുന്ന രീതിയിലുള്ള സ്വഭാവ രീതികൾ കാണിക്കാം. അപ്പം ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ, കുറ്റപ്പെടുത്താതെ, ആ കാരണം കൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ്, അവരങ്ങനെ ചെയ്തത് കൊണ്ടാണ്, ഇവരിങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട്, അങ്ങനെയല്ല പ്രശ്നം വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മളുടെ മക്കളിലാണ് പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ മക്കൾക്ക് ഈ സ്വഭാവ രീതികളും ചിന്താരീതികളും പ്രവർത്തനങ്ങളും വരുന്നത് ഈ ഡിസോർഡർ മൂലമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള സംവിധാനം ചെയ്യുക. ഈ കാര്യങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മുടെ പത്രങ്ങളിലും മീഡിയ ചാനലുകളിലും ഒക്കെ ഒത്തിരി സജഷൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. ഒത്തിരി പിടിവാദങ്ങളും വാദപ്രതിവാദങ്ങളും പൊളിറ്റിക്സിലെ ഇൻവോൾവ്മെന്റ്സും എല്ലാം ഇവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാം. പക്ഷെ എന്നാൽ പോലും അവരവരുടെ റേറ്റിംഗ്, നമ്മുടെ TV ന്യൂസ് മീഡിയയുടെയൊക്കെ റേറ്റിംഗ് കൂട്ടാനും, അതുപോലെ തന്നെ പത്രത്തിലെ ന്യൂസിന്റെ കാര്യത്തിലാണെങ്കിലും TV കൂടി ആണെങ്കിലും കാര്യങ്ങൾ പലതരത്തിലുള്ള ഡിസ്കഷൻ നടത്തി ആൾക്കാരെ കൺഫ്യൂഷനിലേക്ക് വിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ കുടുംബത്തിനോ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ സ്വഭാവ രീതികളിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിനകത്ത് പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ഈ സ്വഭാവ രീതികൾ വരുന്നത്. നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അൺബാലൻസ് ആവുന്നത് മൂലമാകാം നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. വ്യക്തിത്വ വൈകല്യങ്ങൾ മൂലമായിരിക്കാം ഈ പ്രശ്നങ്ങൾ വരുന്നത്. മാനസിക രോഗങ്ങൾ മൂലമായിരിക്കാം വരുന്നത്. അപ്പൊ എന്തിങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനുള്ള റെമഡി എടുത്തുകൊണ്ട് നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാം. എല്ലാവരും അവെയറായിരിക്കുക. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇതിൻ്റെ അളവ് കൂടിയിരിക്കുകയാണ്. നമ്മൾ മാതാപിതാക്കളും കുടുംബത്തിലുള്ളവരും നമ്മുടെ കുട്ടികളെയും നമ്മുടെ വീട്ടിലുള്ള ചെറുപ്പക്കാരെയും മയക്കുമരുന്നിനടിമ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സിഗരറ്റ് സ്മോക്കിംഗ്, ആൽക്കഹോൾ ഡിപ്പെൻഡൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മക്കളെ പേടിക്കാതിരിക്കുക. ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ മക്കളെ നമ്മൾ പേടിക്കരുത്. അവർക്ക് പ്രശ്നം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. അവർ ഭീഷണിപ്പെടുത്താം, സൂസൈഡ് ചെയ്യുമെന്ന് പറയാം, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാം. ഇതെല്ലാം പറഞ്ഞാലും നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിക്കുന്നു. ഇനി നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ദുഷ്കർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ചെറുപ്പക്കാരെയും കുട്ടികളെയും പ്രാപ്തരാക്കുക. താങ്ക് യു സോ മച്ച്. സംസാരിക്കുന്നത് ഡോക്ടർ എലിസബത്ത് ജോൺ ഫ്രം ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്റർ.